നാളായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു മതിൽ പിടിച്ച് വളരുന്ന ഒരു പ്ലാന്റ്, ഐവി പ്ലാന്റ്, വോൾ ഐവി, അതായത് ഒരു റാഫിഡ ഫോറ ഹായ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റിനെ പറ്റിയിട്ട്. ഇത് നമ്മളെ എലിഫിൻ്റെ റാന്തോറിയമാണ്. അന്നേരം നമുക്ക് ഇന്നത്തെ വീഡിയോ റാഫിഡ ഫോറ ഹായ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റിനെ പറ്റിയിട്ടാണ്. ഇച്ചിരി സൂം ചെയ്താണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നല്ല വെറൈറ്റി ചെടിയെ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റാൻഡിൽ എങ്ങനെ വെക്കാം. റാഫിഡ ഫോറ ഹായ് എന്നാണ് ഇതിൻ്റെ പേര്. റാഫിഡ ഫോറ എന്ന് പറയുന്നത് ഒരു ഫിലോഡെൻഡ്രൻ കണക്ക് തന്നെ വളർന്നു കയറുന്ന ഒരു പ്ലാന്റ് ആണ്. അതിനകത്ത് വരുന്ന ഒരു വെറൈറ്റിയാണ് റാഫിഡ ഫോറ ഹായ് എന്ന് പറയുന്ന ഈ പ്ലാന്റ്. ഇതിനെ നമുക്ക് നല്ല ഒരു പോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് എങ്ങനെ പ്ലാന്റ് ചെയ്യാം എന്ന് നമുക്കൊന്ന് കാണാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ള പോട്ട്. ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് സ്ക്വയർ ടൈപ്പ് പോട്ടാണ്. ഇത് റാഫിഡ ഫോറ ഹായിയുടെ ഒരു തൈയാണ്. അതേപോലെ നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് ഒരു പലക കഷ്ണം. അതേപോലെ തന്നെ പ്ലാവിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേയും കൂടെ ലാസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് വളരെടുത്ത് പോവാത്ത രീതിയിലുള്ള ഒരു പട്ടിയൽ കഷ്ണം, വെറുതെ വീട്ടിൽ കളയുന്ന ഒരു പട്ടിയൽ കഷ്ണം അതിൻ്റെ സെൻട്രലായിട്ട് വെക്കുക. ചെടിച്ചട്ടിയിൽ ഒരു ഹോൾ ഇടുക. അതിനുശേഷം ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളം മിക്സ് ചെയ്ത മണ്ണ്, ചെമ്മണ്ണ് മിക്സ് ചെയ്ത മണ്ണിനകത്താണ് ഈ പ്ലാന്റിനെ വെക്കുന്നത്. അതിന് നല്ല ടൈറ്റ് ആക്കിയിട്ട്, നല്ല ടൈറ്റ് ആയിരിക്കണം. അതായത് ഈ പലക കഷ്ണം അതിനകത്ത് ഇളകി പോവാതിരിക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് ചെറുതായിട്ട് സിമെന്റ് ഇടുകയോ, അല്ലെന്നുണ്ടെങ്കിൽ ടൈറ്റ് ചെയ്ത് ഈ ചെമ്മണ്ണ് കൊണ്ട് തന്നെ ആകുമ്പോഴത്തേക്ക് വെള്ളം വീഴ് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ഉറയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു റാഫിഡ ഫോറ ഹായ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഈ റാഫിഡ ഫോറ ഹായ് പ്ലാന്റിന് നമ്മൾ ഒരെണ്ണത്തിന് നല്ല സെലക്ട് ചെയ്ത ഒരു പ്ലാന്റിന് നമുക്ക് അവിടെ ചെറിയ ഒരു പ്രതലത്തിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നല്ല പെട്ടെന്ന് റൂട്ടൊക്കെ ഓടി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഓവറായിട്ട് എല്ലായിടവും ഇങ്ങനെ കാണുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്. അത് വാൾ ഐവി ആയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒന്നാണ് ഈ റാഫിഡ ഫോറ ഹായ് എന്ന് പറയുന്ന വെറൈറ്റി. അതേപോലെ ഇതിനെ ചുമ്മാ പ്ലാന്റ് ചെയ്യുക. വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റിനെ, നമുക്ക് അതിമനോഹരമായ ഒരു പ്ലാന്റിനെ നമുക്ക് ഉണ്ടാക്കി ഇൻഡോർ ആയിട്ട് സെമി ഷെയ്ഡഡ് ഏരിയയിലും ഇൻഡോർ ഏരിയയിലും നമുക്കിതിനെ പ്ലാന്റ് ചെയ്യാൻ. സെമി ഷെയ്ഡാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഇതിനെ കൊണ്ട് നീളത്തിലങ്ങോട്ട് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ റോപ്പ് പീസ് ഇട്ട് കെട്ടുക. കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 വട്ടം അതിനകത്ത് കാണിക്കുന്നത് ഇങ്ങനെ കെട്ടരുത്. അതായത് ഈ ഇലയുടെ മോൾ ഭാഗത്തു നിന്ന് വീഴുന്ന രീതിയിൽ കെട്ടരുത്. 2 ഇലയിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്തും കെട്ടരുത്. ഇതിനിടയ്ക്ക് സ്പേസ് ഉണ്ട്. അത് സ്പേസിൽ താണ്ട് ഇതേപോലെ തന്നെ പതുക്കെ നമുക്ക് കയറ്റി ഇടയിലൂടെ 2 ഇലയുടെ ഇടയിലൂടെ നമുക്ക് കയറ്റിയിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തില്ല. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് അതിനകത്ത് പിടിക്കുകയും ചെയ്യും. വേര് അതിനകത്ത് ഓരോ നോഡിലും വേര് വരുന്ന ഒന്നാണിത്. അതുകൊണ്ട് പ്ലാന്റ് നല്ല എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്നാണ്. താണ്ട് ഇതാണ് റാഫിഡ ഫോറ ഹായിയുടെ അതിമനോഹരമായിട്ട് നമുക്ക് വെറും ചെലവ് കുറഞ്ഞ രീതിയിൽ, വെറും എത്ര രൂപ ചെലവായി കാണും, ഒരു 10-80 രൂപ ഒരു പോട്ട്, അതേപോലെ തന്നെ ഒരു ചെറിയ പട്ടിയിൽ കഷ്ണം. അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു പ്ലാന്റ് മേടിച്ച് അതിനകത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു പ്ലാന്റ്, ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ റാഫിഡ ഫോറ ഹായ്. ഈ പേര് ചിലപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആവില്ല, നഴ്സറികളിലൊന്നും ഫെമിലിയർ ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മളിവിടെ വോൾ ഐവിയുടെ വലിയ ലീഫ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം എല്ലായിടത്തും കിട്ടുന്നതാണ്. ശ്രമിച്ചു നോക്ക്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഞങ്ങളുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. വന്നാൽ തൈ എടുക്കാം. അന്നേരം ഇതാണ് റാഫിഡ ഫോറ ഹായ്. ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ ഒരു മിനുക്ക് പണി നമുക്ക് ചെയ്യാം. കുറച്ച് പെബിള്, ഇപ്പം ഞങ്ങളിൽ കുറച്ച് കല്ലേ ഉള്ളായിരുന്നു, അതുകൊണ്ട് നമ്മളത് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ നല്ല വൃത്തിയാവണം. ആ പോട്ടിനകത്ത് ഇതിനെ നല്ലപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഇച്ചിരി കല്ല് ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഇതിൽ ജസ്റ്റ് സെറ്റ് ചെയ്യുക. അതേപോലെ നല്ല ഒരു സെമി ഷെയ്ഡഡ് ഏരിയയിൽ വെക്കുക. ബാക്കിൽ നിൽക്കുന്ന റോപ്പിന്റെ ബാക്കി കഷ്ണം കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ചുരുക്കി അതിനകത്ത് തന്നെ വെച്ചേക്കുക. വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഈ വീഡിയോ എങ്ങനെയുണ്ട്, കൊള്ളാമെങ്കിൽ നമുക്കൊന്ന് കമന്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. കാരണം ഇതൊരു ക്ലൈംബിംഗ് വെറൈറ്റിയാണ്. നമുക്ക് ചുമ്മാ വേസ്റ്റായിട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു പലകത്തുണ്ടോ, ഏതെങ്കിലും ഒരെണ്ണം വീട്ടിൽ കാണാതിരിക്കത്തില്ല ഒരിക്കലും, അല്ലേ? അത് വെള്ളം വീണ് വളരെടുത്ത് പോകാത്തൊരു കമ്പും ഒരു ചെടിയും ഒരു ചട്ടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു ഏരിയയിൽ, ചെറിയ ഏരിയയിലൊക്കെ ഉൾഭാഗത്തൊക്കെ വെക്കാനായിട്ട്, അതായത് ഇൻഡോർ ആയിട്ട് വെക്കാനും സെമി ഷെയ്ഡിലൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ചെടി തന്നെയാണിത്. അന്നേരം ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് നെറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോട്ടോസും. ഇത് വോളിൽ നമുക്ക് ഇതേപോലെ തന്നെ അതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് വോളിൽ നല്ലപോലെ നമുക്ക് ഇതിനെ പടർത്തിയെടുക്കാൻ സാധിക്കും. വോള് മറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ചെറിയ ലീഫല്ല, വലിയ ലീഫാണ്. അതേപോലെ തന്നെ
നമുക്ക് ഇതേപോലെ നമുക്ക് ഒരു സെമി ഷെയ്ഡഡ് ഏരിയ ഒക്കെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്തെടുക്കാൻ വേണ്ടി നല്ല രസമാണ്. ഇതിൻ്റെ ഇല നല്ല എന്താ പറയുക, നേച്ചറല്ലേ, ഒരുപാട് കിടുവായിട്ട് വരും. അതിൻ്റെ തന്നെ ഇല കണ്ടില്ലേ, വലിയ ഇലയായിട്ട് വരികയും ചെയ്യും. മാത്രമല്ല ഈ പലകത്തൊണ്ട് വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ കിടുവായിരിക്കും കാണാനായിട്ട്. അന്നേരം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലെ വിലപ്പെട്ട ഓരോരോ കാര്യങ്ങൾ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ് നമ്മളെ ചാനലിലൂടെ. അതേപോലെ ബെൽ ബട്ടനും കൂടെ അമർത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട പല കാര്യങ്ങളും ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം അതും കൂടെ കയറി കാണാനായിട്ട് ശ്രമിക്കുക. ഇതേപോലുള്ള ഐഡിയാസ് നിങ്ങളെ ഫ്രണ്ട്സിലേക്കും കൂടെ എത്താനായിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് ഇത് കാണാൻ സാധിക്കും. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. അതേപോലെ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.